ജപ്പാൻ എന്തുകൊണ്ടാണ് ജപ്പാനായത്? ജപ്പാനിൽ ചെന്ന് ഇറങ്ങുന്ന ആളുകൾ ജപ്പാനെ കുറിച്ച് വാതോരാതെ പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണിയുന്നു, ആ ഫ്ലൈ ഓവർ പണിതതിൻ്റെ പ്രശ്നങ്ങൾ അത് പൊളിയുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊളിയുന്നു, ഉണ്ടാക്കി കഴിഞ്ഞ് വാഹനങ്ങൾ ഓടി തുടങ്ങിയപ്പോൾ വിള്ളുന്നു. അപ്പോൾ കോൺട്രാക്ടർ പറയുന്നത് വാഹനങ്ങൾ ഓടുന്നതുകൊണ്ടാണ് പൊട്ടുന്നത്, വാഹനങ്ങൾ ഓടിയില്ലെങ്കിൽ പാലത്തിനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന കോമഡികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ അതായത് അവരതിൻ്റെ ടാക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സർവീസ്, ആരുടെ നിന്നാണോ ടാക്സ് മേടിക്കുന്നത് അവർക്കുള്ള സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളിൽ ആൾക്കാർ നിന്ന് പുകവലിക്കുന്നുണ്ട്. ജപ്പാൻകാർ നല്ല പുകവലിക്കാരാണ്. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് നിയമം തെറ്റിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാതെ അവർക്ക് വേണ്ട സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ബൈജു നായർ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ബെന്നീനെയൊക്കെ കൂടെ നിർത്തി, ഇത് മൗണ്ട് ഫിജിയുടെ താഴെയാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഇന്ന് മഞ്ഞ് കാരണം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് എനിക്ക് തമാശയായിരുന്നു. ഈ ജപ്പാൻ ആരെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ടോക്കിയോ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകണം. കുട്ടികളെയും കൊണ്ട് എന്തായാലും പോകണം. അങ്ങനെ തലേ ദിവസം രാത്രി മറ്റ് യാത്രികരൊന്നും അറിയാതെ ഞാനും മോളും നസീയുടെയും ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും കൂടെ ടോക്കിയോ നഗരം വന്ന് ചുറ്റിക്കറങ്ങി. വളരെ ലേറ്റായിട്ട് വന്ന് കിടന്നുറങ്ങി. രാവിലെ കറക്റ്റ് സമയത്തൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾ യാത്രികരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹോട്ടലിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് വളരെ വിഭവസമൃദ്ധമായ ജാപ്പനീസ് കോണ്ടിനെൻ്റൽ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ യാത്രയ്ക്ക് ഇറങ്ങി. അന്നത്തെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് സ്കൈ ട്രീ, ടോക്കിയോ സ്കൈ ട്രീ എന്ന് പറയുന്ന ബിൽഡിങ് കാണാനാണ് പോകുന്നത്. അത് 2012 ആണ് പൂർത്തിയായത്. 2012 ഫെബ്രുവരി 29 ആയിരുന്നു അത് കംപ്ലീറ്റഡ് ആവുന്നത്. 634 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അതായത് ഏതാണ്ട് 2080 അടിയോളം വരും. അതുണ്ടായ സമയത്ത് അത് ജപ്പാനിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ പിന്നീട് ബുർജ് ഖലീഫയും മെർഡർ എന്താ പറഞ്ഞ വേറൊരു ബിൽഡിങ്, അത് രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഇത് 3-ാം സ്ഥാനത്തായി. ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയി മാറി. ബുർജ് ഖലീഫ 800 ചില്ലാനും മീറ്റർ ഹൈറ്റ് ഉണ്ട്, ഇത് 634 മീറ്ററാണുള്ളത്. അപ്പോൾ ഇത് ബേസിക്കലി റേഡിയോയുടെയും ടെലിവിഷൻ്റെയും ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സ്കൈ ട്രീ ഉണ്ടാക്കിയത്. അതിന് കാരണം മുൻപ് ടോക്കിയോ ടവർ, ഞാൻ തലേന്ന് രാത്രി കണ്ട ടോക്കിയോ ടവർ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഹൈറൈസ് ബിൽഡിങ്ങുകൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പവർ, ടെലികാസ്റ്റിംഗ് പവർ കുറഞ്ഞു. അപ്പോൾ അതിന് ഒരു പകരമായിട്ടാണ് ഈ സ്കൈ ട്രീ ഉണ്ടാവുന്നത്. സ്കൈ ട്രീ 2012 മെയ് മാസത്തിൽ തന്നെ ആളുകൾക്ക്, പബ്ലിക്കിന് തുറന്നു കൊടുത്തു. ഇത് ഈ റേഡിയോ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ ടോക്കിയോ നഗരം മുഴുവൻ കാണാനുള്ള ഒരു വ്യൂ പോയിന്റ് ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകൾക്ക് ഇത് തുറന്നു കൊടുത്തത്. അപ്പോൾ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് അത് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. സുമിത എന്ന് പറയുന്ന സ്ഥലത്താണ്, ടോക്കിയോയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ സുമിത എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടവറുകൾ. അതിനടുത്ത് തന്നെ ഇതിലേക്ക് കാണാൻ വരാനുള്ള ട്രെയിൻ സൗകര്യമൊക്കെ, തൊട്ടടുത്ത് തന്നെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ ബസ്സിലാണ് പോയത്. ഇതിൻ്റെ മീതെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു ഗംഭീര കാഴ്ചയാണ്. കാരണം ടോക്കിയോ നഗരം മുഴുവൻ കാണും. ഈ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് തിക്കായിട്ട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, തിക്കായിട്ടുള്ള ആ ബിൽഡിങ്ങുകളുടെ ഒരു കാഴ്ച, തീപ്പെട്ടിക്കൂടുകൾ അടുക്കിയതുപോലെ ബിൽഡിങ്ങുകൾ ചുറ്റും, അതൊരു വൻ കാഴ്ചയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് ഞങ്ങൾ ആണോ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല, വലിയ ഹൈറൈസ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഉള്ളിലൂടെ റോഡ് കടന്നു പോകുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണിയുന്നു, ആ ഫ്ലൈ ഓവർ പണിതതിൻ്റെ പ്രശ്നങ്ങൾ അത് പൊളിയുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊളിയുന്നു, ഉണ്ടാക്കി കഴിഞ്ഞ് വാഹനങ്ങൾ ഓടി തുടങ്ങിയപ്പോൾ വിള്ളുന്നു. അപ്പോൾ കോൺട്രാക്ടർ പറയുന്നത് വാഹനങ്ങൾ ഓടുന്നതുകൊണ്ടാണ് പൊട്ടുന്നത്, വാഹനങ്ങൾ ഓടിയില്ലെങ്കിൽ പാലത്തിനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന കോമഡികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ ഈ ടോക്കിയോ നഗരത്തിൽ നമ്മൾ കാണുന്നത്
ഒരു ഫ്ലൈ ഓവർ ഇങ്ങനെ പോകും. ആ ഫ്ലൈ ഓവറിനെ ക്രോസ് ചെയ്തിട്ട് മീതക്കൂടെ വേറെ ഫ്ലൈ ഓവർ പോകും. അതിൻ്റെ മീതക്കൂടെ ഇപ്പുറത്തോട്ട് വേറൊരെണ്ണം പോകും. ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു എട്ടുകാലി വല വിരിച്ചതുപോലെ ഫ്ലൈ ഓവറുകളാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിനിടയിൽ ഒരു ഹൈറൈസ് ബിൽഡിംഗ് വരുമ്പോൾ ഉടനെ നമ്മുടെ PWDയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പാലം വരാനുള്ളതാണ്, അവിടെ പണിയാൻ പറ്റില്ല എന്നുള്ളതല്ല, അവിടെ പണിതോളൂ, പക്ഷെ ഈ റോഡ് ഫ്ലൈ ഓവർ ഉള്ളിൽ കൂടെ കടന്നു പോകാനുള്ള സൗകര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഡിസൈനാണ്. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടാവുന്നതിന് ഒരു ഫ്ലൈ ഓവർ വരുന്നത് പോലും തടസ്സമല്ല. ജപ്പാനിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ഒറ്റ ദിവസത്തിൽ തന്നെ നമ്മൾ കണ്ട് അത്ഭുതപ്പെടും. വേറെ ഒന്ന്, ഞാനൊരു സ്മോക്കറാണ്. അപ്പം ശരിക്ക് പബ്ലിക് പ്ലേസുകളിൽ സ്മോക്ക് ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. നമ്മുടെ നാട്ടിലുമാണ്. പോലീസ് പിടിച്ചാൽ, പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്ത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഫൈനൊക്കെയാണ്. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഫൈനാണ് ടോക്കിയോയിൽ. എത്രയോ $1000 പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്താലുള്ള ഫൈൻ. പക്ഷെ സിഗരറ്റ് വിൽക്കുന്നുണ്ട്, ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് അതിന് ടാക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നാട്ടിലുള്ളപ്പോൾ സ്മോക്കേഴ്സ് എപ്പോഴും പറയാനുള്ള ഒരു പരാതി ഉണ്ട്, ഇവരിത് വിൽക്കുന്നുണ്ട്, ഇതിൽ നിന്നുള്ള ടാക്സ് നമ്മുടെ നിന്ന് മേടിക്കുന്നുണ്ട്, പക്ഷെ ഇത് വലിക്കാൻ പാടില്ല. ഒരു സ്ഥലത്തും വലിക്കാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന് വീടിനുള്ളിൽ വലിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങിയാൽ പുറത്ത് വലിക്കാൻ പാടില്ല. പിന്നെ എന്തിനാണ് വിൽക്കുന്നതെന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ടോക്കിയോയിൽ അല്ലെങ്കിൽ ജപ്പാനിൽ ഞാൻ കണ്ട ഈ യാത്രയിൽ കണ്ട ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും, ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടിൽ, ഹോട്ടലുകളിൽ, ആളുകൾ കൂടുന്ന നഗര ചത്വരങ്ങളിൽ ഒക്കെ സ്മോക്കേഴ്സ് ക്യാബിൻസ് ഉണ്ട്. എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഗ്ലാസ് ഇട്ടിട്ടുള്ള ചേംബറുകളുണ്ട്. വലിയ ചേംബറുകൾ, വലിയ റൂംസ് സ്മോക്കേഴ്സിന് വേണ്ടിയിട്ടുണ്ട്. അതായത് അവരതിൻ്റെ ടാക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സർവീസ്, ആരുടെ നിന്നാണോ ടാക്സ് മേടിക്കുന്നത് അവർക്കുള്ള സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളിൽ ആൾക്കാർ നിന്ന് പുകവലിക്കുന്നുണ്ട്. ജപ്പാൻകാർ നല്ല പുകവലിക്കാരാണ്. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിയമം തെറ്റിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാതെ അവർക്ക് വേണ്ട സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ യാത്രയിൽ എത്രയോ ഒരുപാട് കിലോമീറ്ററുകൾ ഞങ്ങൾ ബസ്സിലാണ് എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്തത്. അപ്പോൾ ഒരു 100-200 കിലോമീറ്ററൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ബസ് ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റേഷനിൽ നിർത്തും, ഒരു ബസ് ബേയിൽ നിർത്തും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് യൂറിനേറ്റ് ചെയ്യാം, ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിലൊക്കെ ഉള്ള സൗകര്യത്തിന്. പിന്നെ അവിടെയൊക്കെ ചെറിയ ക്യൂരിയോ ഷോപ്സ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. അവിടെയൊക്കെ ഈ സ്മോക്കിംഗ് ചേമ്പേഴ്സ് ഉണ്ട്, സ്മോക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മകള് തമാശയായിട്ട് പറഞ്ഞു, ഈ ജപ്പാൻ യാത്രയിൽ മറ്റേ യൂറിൻ ഷെഡും സ്മോക്കിംഗ് ഷെഡും ഒരുപോലെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത് പപ്പയായിരിക്കും എന്ന് പറഞ്ഞവള് കളിയാക്കും. അല്ല, ഞാൻ ചെറിയ കാര്യങ്ങളല്ല ഇതൊന്നും. എന്നുവെച്ചാൽ വേറെ ആർക്കും ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും. അതുപോലെ ക്ലെൻലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിക്കാവും ആ നീറ്റ്നെസ് കണ്ടിട്ട്. കാരണം എല്ലാ പ്രോപ്പറാണ്, എല്ലാ സ്ഥലം. നിങ്ങൾ ഒരു മിഠായി തിന്നിട്ട് അതിൻ്റെ കവറ് പൊളിച്ച് മിഠായി വായിലിട്ടിട്ട് ഇത് എവിടെ കളയുന്നു നോക്കുമ്പോൾ നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിങ്ങളുടെ അടുത്ത് അതിടാനുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 തരംതിരിച്ചിട്ടുള്ള ആ സാധനം എല്ലാ സ്ഥലത്തും ഉണ്ട്. ജപ്പാൻ എന്തുകൊണ്ടാണ് ജപ്പാനായത്? ജപ്പാനിൽ ചെന്ന് ഇറങ്ങുന്ന ആളുകൾ ജപ്പാനെ കുറിച്ച് വാതോരാതെ പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. സ്കൈ ട്രീ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഇമ്പീരിയൽ പാലസ് കാണാനാണ്. ഇമ്പീരിയൽ പാലസ് എന്ന് പറയുന്നത് ജപ്പാൻ മൊണാർക്കിയാണെന്ന് അറിയാലോ, ചക്രവർത്തിയാണ് ഭരിക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഹിരോഹിതോ ചക്രവർത്തിയാണ് ജപ്പാൻ ഭരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിരോഹിതോ ഇപ്പം അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരനാണ് അവിടുത്തെ ചക്രവർത്തി. അവർ താമസിക്കുന്നത് ഈ ഇമ്പീരിയൽ പാലസിലാണ്. ഇമ്പീരിയൽ പാലസിൻ്റെ ഉള്ളിൽ ഫുക്കിയാജോ പാലസ് എന്ന് പറയുന്ന പാലസിലാണ് ചക്രവർത്തി താമസിക്കുന്നത്. ഈ പാലസിൻ്റെ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.15 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്. വലിയ കോട്ടകളുണ്ട്, പഴയ കോട്ടയുടെ. അത് പണ്ട് എനോ പാലസ് എന്ന് പറഞ്ഞിട്ട് പഴയ ചക്രവർത്തിമാരുടെ വളരെ വിശാലമായിട്ടുള്ള ഒരു കോട്ടയുണ്ടായിരുന്നു, ഒരു പാലസും അവരുടെ കോട്ടയുണ്ടായിരുന്നു. ഈ സാധാരണ കോട്ടകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് മൗണ്ടൻസിൻ്റെ ഒക്കെ മീതെ ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. പക്ഷെ ഇത് ഫ്ലാറ്റ് ലാൻഡിലുള്ള ഒരു പാലസ് ആയിരുന്നു എഡോ പാലസ്.
അപ്പോൾ അത് ഒരുപാട് വലിയ ചുറ്റളവിൽ കിടന്നിരുന്നതാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇമ്പീരിയൽ പാലസ്. പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഇമ്പീരിയൽ പാലസ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും കിടങ്ങുകളുണ്ട്. പഴയ കാലത്തെ എഡോ പാലസിന് പുറത്തുണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്ന കിടങ്ങുകൾ നിലനിർത്തിയിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ നടന്നത് ഇതിനകത്താണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നടന്നെല്ലാവരും തളർന്നുപോയി. ഈ ഇമ്പീരിയൽ പാലസിൻ്റെ ഉള്ളിൽ ചക്രവർത്തി താമസിക്കുന്ന സ്ഥലം, താമസിക്കുന്ന പാലസ്, ചക്രവർത്തിയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മറ്റ് പാലസുകൾ, ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ക്വാർട്ടേഴ്സുകൾ, അങ്ങനെ ഒരു വിശാലമായ മ്യൂസിയം, പഴയ കാലത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയം ഉണ്ട്, കൊത്തുപണികൾ, ചില ശില്പങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ ഈ ടോട്ടൽ ഇമ്പീരിയൽ പാലസിൻ്റെ സ്ട്രക്ചർ അതുപോലെ ഒരു മിനിയേച്ചറായിട്ട് ചെയ്ത് വെച്ചാൽ ആ മിനിയേച്ചർ തന്നെ ഒരു 8-10 അടി പൊക്കത്തിലാണ്. വാതിലുകൾ, ഈ കോട്ടവാതിലുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള കോട്ടവാതിൽ എന്താണെന്നുള്ളത് അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര കനമുള്ള, ഭയങ്കര വലുപ്പമുള്ള കോട്ടവാതിലുകൾ. അവിടെ കോട്ടയുടെ ഫ്രണ്ടിൽ ഒരു വലിയ മതിലുണ്ട്. ആ മതിൽ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. 100 ടണ്ണൊക്കെ ഭാരമുള്ള വലിയ ഒറ്റ പാറക്കല്ലിൽ ചെത്തിയിട്ട് ആ ചെത്തിയ പാറക്കല്ല് കയറ്റി വെച്ചിട്ട് അങ്ങനെ അടുക്കിയിട്ടാണത് ആ മതിലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പിരമിഡ്സും അതൊക്കെ കാണുമ്പോൾ ഈ മണൽ കൊണ്ടുള്ളൊരു സൂത്രമതിൽ അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ മണൽ ഇങ്ങനെ നിറച്ചിട്ട് ഈ കല്ല് മൂവ് ചെയ്യിക്കുന്ന എന്തോ പരിപാടിയാണ് അവരുടെ എഞ്ചിനീയറിങ്. പക്ഷെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇടയിൽ ഒരു സിമൻറ്റോ സുർക്കിയോ അങ്ങനെ ഒന്നുമില്ല. ഈ കല്ലുകൾ കൃത്യമായിട്ട് വെട്ടിയെടുത്ത് കൃത്യമായി അടുക്കിയിരിക്കുകയാണ്. അനങ്ങില്ല അത്. വളരെ മനോഹരമാണ് ആ മതിൽ കെട്ടുകളൊക്കെ, അവരുടെ കമാനങ്ങൾ. അത് ഈ ജാപ്പനീസ് പഗോഡ പോലെയുള്ള ഡോർവേ ഒക്കെ അങ്ങനത്തെ ചെറിയ പഗോഡ പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ചുറ്റി നടന്ന് കാണാനുണ്ട്. അത് നമ്മളൊരു കുറച്ചധികം സമയം എല്ലാവരും ശരിക്ക് തളർന്നു പോയി. കാരണം അത്രയും നടക്കാനുണ്ട്. ഈ ഇമ്പീരിയൽ പാലസിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. കുറച്ച് പുറത്തൊരു ലേക്കും അതിൻ്റെ കരയിലൊരു നല്ല ഭംഗിയുള്ള രോമാവൃതമായ ഒരു മരമൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു കരടിയെ പോലെയൊക്കെ തോന്നുന്ന ഒരു മരം. അതിൻ്റെ താഴെ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്ത്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത്. ബെന്നിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റിയത്, ഈ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എല്ലാവരും നിന്ന് കഴിഞ്ഞപ്പോൾ ബെന്നി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത് അവിടെ ഒരു മദാമേനെ കണ്ടപ്പോൾ അവരോട് ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ശരിയെന്ന് വന്ന് ക്യാമറ മേടിച്ചു. ബെന്നി വന്നു. അപ്പോൾ ഞാൻ ബെന്നി എടുത്ത് പറഞ്ഞു, സേഫ്റ്റിക്ക് നിങ്ങളും ഒരെണ്ണെടുക്കുക, മറ്റൊരാളെ കൊണ്ട് ഒരെണ്ണെടുപ്പിക്കുക. അപ്പോൾ നിങ്ങളുള്ള ഫോട്ടോയും കിട്ടും, അയാൾക്ക് അയാളുടെ ഫോട്ടോയും കിട്ടും. ഇവരെ ഏൽപ്പിച്ച ഫോട്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പം ബെന്നി പറഞ്ഞേ, അവരുടെ നാടല്ലേ ഇത്, അവരുടെ ക്യാമറയും ഫിലിമൊക്കെ അവർ കണ്ടുപിടിച്ചതല്ലേ, അവരുടെ അല്ലേ, അവർക്കറിയാത്ത ഇതാണ് ഫോട്ടോഗ്രാഫി ഉണ്ടോ? ശരി. അങ്ങനെ ആ ലേഡി ഫോട്ടോ എടുത്തു. അപ്പോൾ അവർ മൊബൈൽ ക്യാമറ പിടിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി. അതായത് 44 പേരുള്ള ഗ്രൂപ്പ് ഒരു സൈഡ് ഫുൾ എംപ്റ്റി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് അത് സെൻറ്റർ ചെയ്യാനൊന്നും അറിയില്ല അവർക്ക്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഫോറിനേഴ്സിനെ കുറിച്ചും നമ്മൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവർ ഭയങ്കര ടെക്നോസാവിയാണ്, അവർ ഭയങ്കര എസ്തെറ്റിക്സ് ഉള്ള ആൾക്കാരാണെന്നൊക്കെ ധാരണ. അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോലുള്ള കുഴപ്പക്കാർ, നമ്മളെപ്പോലുള്ള ഈ ടെക്നോളജിക്ക് ഫെമിലിയർ അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർ അവരുടെ ഇടയിലുണ്ട്. ഇമ്പീരിയൽ പാലസ് കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് മോസ്റ്റ് മോഡേൺ, അതായത് 2018 ഉണ്ടാക്കിയ ടോക്കിയോയിലെ ടൊയോസോ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടീം ലാബ് പ്ലാനറ്റ്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഡിജിറ്റൽ മ്യൂസിയമാണ്. മ്യൂസിയം എന്നല്ല പറയേണ്ടത്, ഡിജിറ്റൽ ആയിട്ടുള്ള പാർക്ക്, ഡിജിറ്റൽ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഭയങ്കര അത്ഭുത കാഴ്ചയാണ്. ഈ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസിൻ്റെ ഡിജിറ്റൽ ആർട്ടിൻ്റെ, ലേസർ ആർട്ടിൻ്റെ
ഒരു ഏരിയ. അത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ 2023 സ്ഥാനം കിട്ടി. 2.5 മില്യൺ ആൾക്കാരാണ് അത് സന്ദർശിച്ചത് ഒരു വർഷം. ഒരു ഫിസിക്കൽ ഇയറിൽ 2.5 മില്യൺ ആൾക്കാർ സന്ദർശിച്ച സ്ഥലമാണ്. എന്നെങ്കിലും ടോക്കിയോ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഷൂവും സോക്സൊക്കെ ഊരിപ്പിക്കും. എന്നിട്ട് നമ്മൾ ഷോർട്സ് ആണെങ്കിൽ നേരത്തെ അവർ പറയും ഷോർട്സ് ആണ് നല്ലത്, കൺവീനിയൻ്റ് എന്ന് പറയും. പക്ഷെ ഞാനൊക്കെ ജീൻസ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ പാൻസ് മുട്ടിന് മീതേക്ക് മടക്കി വെച്ചിട്ട് വേണം അതിനകത്തേക്ക്. അപ്പം നമ്മൾ ആദ്യം വിചാരിക്കും ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. പക്ഷെ അകത്ത് കയറുമ്പോൾ മനസ്സിലാവും നമ്മൾ അകത്തേക്ക് കയറുന്നത് ഒരു ചെറിയ കോറിഡോറിലൂടെയാണ്. ആ കോറിഡോറിൽ മുഴുവൻ വെള്ളം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിലൂടെ നടന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് വരുന്നത്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലൂടെയാണ് നമ്മൾ ഒരു മുട്ടിൽ താഴെ ഉള്ള വെള്ളത്തിലൂടെ നടന്ന് നമ്മൾ അകത്തേക്ക് കയറുക. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഈ പാർക്കിന് ഉള്ളിൽ കയറുമ്പോഴേക്കും നിങ്ങളുടെ കാല് ക്ലീനാണ്. എന്തിനാണ് അങ്ങനെ കാല് ക്ലീൻ ആവണമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അടുത്ത സ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരമാണ്. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ഹാള് മുഴുവൻ ബെഡാണ്. ബെഡ് പോലെ ഉള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ നടക്കണതിനനുസരിച്ച് കുഴിഞ്ഞിങ്ങനെ മറയും. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകൾ. ഈ കുഴഞ്ഞു മറിഞ്ഞ് ഇത് കൂടെ ഈ ബെഡ് പോലെ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ ഇതാക്കിയാണ്. അതിനുള്ളിൽ എന്താ സാധനങ്ങളെന്ന് അറിയില്ല. സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേദനിക്കൊന്നുമില്ല. ഇതിനകത്തേക്ക് കയറുമ്പോൾ ഈ ഒരുതരം ഫൈബർ പോലെയുള്ള നാരുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങി. അത് മുഴുവൻ ലൈറ്റാണ്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മുട്ട് പോലെ ചെറിയ മൈക്രോ ബൾബ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇതിൽ ഇങ്ങനെ ഈ എന്താ പറയണ്ടേ, ബാഷ്പബിന്ദുക്കൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലേക്ക് രോമത്തിന് മീതെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഈ രോമാഞ്ചം ഉണ്ടായ സ്ഥലത്ത് വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഉള്ള ലൈറ്റുകൾ. അതൊരു അത്ഭുത കാഴ്ചയാണ്. ഒരു വേറൊരു വേൾഡിനുള്ളിലേക്ക് കയറിയ പോലെ ഫുൾ ഈ തൂങ്ങിക്കിടക്കുന്ന ലൈറ്റുകൾക്കിടയിലൂടെയാണ് പിന്നെ നിങ്ങൾ നടക്കുക. ആ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മജന്തയാവും, റെഡാവും, ബ്ലൂ ആവും, ഓറഞ്ച് ആവും, പ്യുവർ വൈറ്റ് ആവും. അത് ഓരോ കളറിനും ഓരോ ഭംഗിയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കും. ഇരുട്ടാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ. അത് ഭയങ്കര അത്ഭുതകരമാണ്. ഈ ഡിജിറ്റൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നടക്കുന്ന വെള്ളത്തിലൂടെ മുഴുവൻ മീനുകളും കടൽ ജീവികളും ഒക്കെ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു കടലിൽ മീനുകളുടെ നടുവിൽ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു സീ വാട്ടറിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന മത്സ്യങ്ങൾ, ജെല്ലി ഫിഷുകൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് പ്രൊജക്ഷനാണ്, ശരിക്കും ലേസർ പ്രൊജക്ഷനാണ്. ശരിക്കും അത് റിയലാണ് തോന്നും. നമ്മൾ ആ മീനുകളെ പിടിക്കാനൊക്കെ അതിൻ്റെ പിന്നാലെ പോകും. അതൊരു വലിയ ഹോളാണ്. വലിയ ഹോളിനുള്ളിൽ മുഴുവൻ അത് ഇരുട്ടാക്കി ചുമരിലും ഒക്കെ പലതരം സാധനങ്ങൾ ഈ മീനുകളുടെ. അപ്പോൾ ഒരു കടലിൻ്റെ ഉള്ളിൽ നമ്മൾ ചെന്ന് വിട്ട പോലെ നമുക്ക് തോന്നും. അതും ഒരു അതിമനോഹരമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ബലൂണുകളുടെ ഒരു മുറി, വൻ ബലൂണുകൾ. അതും നമ്മളെ വീണ്ടും കൊച്ചുകുട്ടികളാക്കും. ഒരാളേക്കാൾ വലുപ്പമുള്ള ബലൂണുകൾ എല്ലാം ലിറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാത്തിനും ലൈറ്റ് ഉണ്ട്. അത് മൂവ് ചെയ്യും, നമുക്ക് തള്ളിവിടാം അത്. അപ്പം ഈ മുതിർന്ന ആളുകളും വയസ്സായ ആളുകളും ഒക്കെ കുട്ടികളെ പോലെ
ആഹ്ലാദഭരിതരാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ആർട്ടിൻ്റെ ഉദ്ദേശം അത് തന്നെയാണല്ലോ, കല ആളുകളെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഉള്ളതാണല്ലോ. അപ്പോൾ ആ മുറി ബലൂണുകളുടെ അല്ലെങ്കിൽ വലിയ ബോളുകളുടെ ഒരു മുറിയാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ ചെല്ലുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് തറ ചുമരുകളും മുഴുവൻ മിറേഴ്സാണ്. അവിടെ ഈ ഓർക്കിഡ്സ് നിങ്ങൾ അകത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഓർക്കിഡ് പൂക്കൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. ഓർക്കിഡ്സ് ഇങ്ങനെ തൂക്കിയിട്ടുള്ള, നേരത്തെ ആ ഫൈബർ ഇതുണ്ടായിരുന്നത് പോലെ ഇത് ഓർക്കിഡ്സിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആളുകൾ നിങ്ങൾക്ക് ഫുൾ ഈ ഓർക്കിഡ് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെട്ടതുപോലെയോ. അപ്പം അത് ഫുൾ മിറേഴ്സ് ഉണ്ട്, ടോപ്പിലും താഴെയും. നമ്മൾ നടക്കുന്നതൊക്കെ മിററുകളുടെ മീതെ കൂടെയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ഉണ്ട് എല്ലാ സ്ഥലത്തും. അപ്പോൾ സഞ്ചാരികൾ ഈ മിററിൽ മലന്ന് കിടന്ന് വീഡിയോ എടുക്കുന്നു. അപ്പോൾ അവരുടെ റിഫ്ലക്ഷൻ മുകളിലുണ്ട്. അവിടുന്ന് ഈ ഫ്ലവേഴ്സിലൂടെ താഴെ വന്നു കഴിഞ്ഞാൽ താഴത്തെ മിററിൽ റിഫ്ലക്ഷൻ ഉണ്ട്. പരസ്പരം വീഡിയോ എടുക്കാം. അങ്ങനെ ഈ ആളുകൾ മുഴുവൻ ഒരു മായാലോകത്ത് എത്തിയതുപോലെ അതിനുള്ളിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ 2 വർഷത്തിലാണോ 4 വർഷത്തിലോ ഒരിക്കലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ബിനാലെ നടത്തും. ബിനാലെ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇൻസ്റ്റലേഷൻസ് ഉണ്ടാവും, പുറത്ത് ഉള്ള ഇൻസ്റ്റലേഷൻസ്, ഓരോ റൂമിനകത്ത് ഓരോ ഇൻസ്റ്റലേഷൻസ്. അതുപോലെയാണ് ശരിക്കും ഒരു പെർമനന്റ് ബിനാലെ എന്ന് പറയുന്ന പോലെയാണ്. ഇതൊക്കെ ഇൻസ്റ്റലേഷൻസ് ആണ്. ഈ ഇൻസ്റ്റലേഷൻസ് റൂമുകളുടെ ഉള്ളിൽ മാത്രമല്ല, ഈ ഹാളുകൾക്ക് പുറത്ത് ഈ ടെന്റ് പോലെ റൂഫ് ചെയ്തിട്ട് മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള റൂഫിങ് കൊടുത്തിട്ട് അവിടെ ഈ സിൽവർ കളറിൽ ഗ്ലേസ് ചെയ്യുന്ന കുറേ ശില്പങ്ങൾ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ലെൻസുകളില്ലേ, മുഖമൊക്കെ ഇങ്ങനെയാവും. അതിന് കോൺവെക്സ് ലെൻസുകൾ പോലെ ഇതിനടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ മുഖം വിചിത്രമായ ഷേപ്പിലൊക്കെ ആവും. അപ്പോൾ ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകളെ ഭയങ്കര ഹാപ്പിയാക്കാണ്. 2.5 മില്യൺ ആളുകൾ ഒരു വർഷത്തിൽ ഇവിടെ വന്നു കണ്ടു എന്നുള്ളതിൽ ഒരു അത്ഭുതമല്ലേ. ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഞാനത് എൻജോയ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫോട്ടോയും വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ജപ്പാൻ ആരെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ടോക്കിയോ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകണം. കുട്ടികളെയും കൊണ്ട് എന്തായാലും പോകണം. ഇമ്പീരിയൽ പാലസ് ഒരുപാട് നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായി എല്ലാവരും യാത്രികർ തിരിച്ച് റൂമിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് ഒതൻറ്റിക് ജാപ്പനീസ് ഡിന്നറൊക്കെ കഴിച്ച് സൂഷിയൊക്കെ കഴിച്ച് ഞങ്ങൾ അന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം അന്ന് കാണാൻ പോകുന്നത് മൗണ്ട് ഫ്യൂജിയാണ്. പക്ഷെ അതിന് മുൻപ് ടുലിപ്പ് ഗാർഡൻ കാണാൻ പോയി. അപ്പോൾ ടുലിപ്പ് ഗാർഡനെ കുറിച്ച് ബെന്നി വളരെ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ടുലിപ്പ് ഗാർഡൻ നമ്മൾ കലണ്ടറിലൊക്കെ കണ്ടിട്ടുള്ള ടുലിപ്പിൻ്റെ ഗാർഡൻ, ഏക്കർ കണക്കിന് ടുലിപ്പ് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഗാർഡനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ടുലിപ്പിൻ്റെ സീസൺ കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ടുലിപ്പ് ഗാർഡനിൽ ടുലിപ്പ് പോയിട്ട് നമ്മുടെ മുക്കുറ്റി പോലും ഇല്ല. അങ്ങനെ ആ ടുലിപ്പ് ഗാർഡൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞങ്ങൾ നടന്നു. അവിടെ ആ ഗാർഡൻ ഉണ്ടായിരുന്നപ്പോൾ രസകരമായിരിക്കുന്ന കുറേ സ്ഥലങ്ങൾ, ചെറിയ മരത്തിൻ്റെ പാലങ്ങൾ, അതൊക്കെ അവിടെയുണ്ട്. അത് കൂടെയൊക്കെ വെറുതെ കറങ്ങി നടന്നു. എന്തിനാണെന്ന് അറിയാതെ, എന്തിനോ വേവ് തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ യാത്രികരെല്ലാം അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. ചില രസകരമായ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പ്രതിഭകളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പൺ സ്ഥലത്ത് വരുമ്പോൾ അവിടുന്ന് നമുക്ക് ദൂരെ മൗണ്ട് ഫ്യൂജി കാണാം. മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്നത് ജപ്പാൻകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൗണ്ടനാണ്. അതിൻ്റെ ഹൈറ്റ് ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടനാണ് മൗണ്ട് ഫ്യൂജി. അത് 3776 മീറ്റർ ഹൈറ്റ് ഉള്ള മൗണ്ടനാണ്. അത് വേറൊരു മൗണ്ടൻ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്നിപർവ്വതമാണ്. സ്ലീപ്പിംഗ്
വൾക്കാനമാണ്. സുഷുപ്തിയിലാണ്ട വൾക്കാനോ എന്ന് നമ്മൾ അഗ്നിപർവ്വതം എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. 1776 മറ്റോ ആണ് അത് അവസാനമായിട്ട് എറപ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് പൊട്ടിത്തെറിച്ചിട്ടില്ല, അതിന് ലാവ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അത് സജീവമാണ്, ആക്റ്റീവായിട്ടുള്ള വൾക്കാനോ ആണെന്ന് തന്നെയാണ് ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ജപ്പാൻ അറിയാലോ, ജപ്പാൻ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ മൗണ്ട് ഫ്യൂജിക്ക് കൾച്ചറലായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് സ്പിരിച്വലിയും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മൗണ്ട് ഫ്യൂജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഉണ്ട്. മൗണ്ട് ഫ്യൂജിയുടെ മീതെ അതിൻ്റെ ഷേപ്പാണ് അതിൻ്റെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആക്കണത്. യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്ന സ്ഥലമാണ് മൗണ്ട് ഫ്യൂജി. ഇതിന് ഒരു ചെറിയൊരു പിരമിഡിൻ്റെ ഷേപ്പ് ഉണ്ട്. അതിൻ്റെ മീതെ മഞ്ഞ് വീണ് കിടക്കും. ഞാൻ അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെന്നുണ്ട്. അവർക്ക് പെർഫ്യൂംസ് ഉണ്ട്. അതിൻ്റെ ഒരു മോൺ ബ്ലാങ്ക് എന്നാണ്. മോൺ ബ്ലാങ്ക് എന്ന് പറയുന്നത് അഗ്നിപർവ്വത മുഖത്ത് വീണ് കിടക്കുന്ന മഞ്ഞിനെ ആണ് മോൺ ബ്ലാങ്ക് എന്ന് പറഞ്ഞ അർത്ഥം. മോൺ ബ്ലാങ്ക്. അപ്പോൾ എത്ര അർത്ഥവത്താണ് ആ പേര് ആലോചിച്ചു. ഒരു പേന എന്ന് പറയുന്നത് തിളച്ച് പറയുന്ന ചിന്തകളെ പേപ്പറിലേക്ക് പകർത്തുന്ന സാധനമാണ്. മോൺ ബ്ലാങ്ക് വളരെ അർത്ഥവത്തായ പേരാണ് ഒരു പേനയ്ക്ക്. അപ്പോൾ ഈ മൗണ്ട് ബ്ലാങ്ക് കാണാം. നമുക്കിതിന് മീതെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് ദൂരെ നിന്ന് അവിടെ നിന്നേ കാണാം. അങ്ങനെ ഞങ്ങൾ മൗണ്ട് ഫ്യൂജിയിലേക്ക് പോയി. മൗണ്ട് ഫ്യൂജിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ടുലിപ്പ് ഗാർഡൻ ട്രാജഡി ആയതുകൊണ്ട് ബെന്നി മുൻകൂട്ടി ഒരു ഇതെടുത്തു, വെയിലെടുത്തു. കാരണം അവിടെ മഞ്ഞുണ്ടെങ്കിൽ, ശക്തമായ മഞ്ഞുണ്ടെങ്കിൽ ഈ മൗണ്ട് ഫ്യൂജി കാണാൻ പറ്റില്ല. അപ്പോൾ മൗണ്ട് ഫ്യൂജിയുടെ താഴേക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് നിന്ന് അതിൻ്റെ ഫുൾ വലുപ്പത്തിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നിർഭാഗ്യവശാൽ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് മൗണ്ട് ഫ്യൂജി നമുക്ക് കാണാൻ പറ്റിയില്ല. ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്നു, ഒരല്പം പോലും കാണാൻ പറ്റില്ല. അപ്പം അതിൻ്റെ താഴെ പോയി നിന്നു, ആ ആംബിയൻസ് എൻജോയ് ചെയ്തു. അതിൻ്റെ അവിടുത്തെ ഒരു തണുപ്പൊക്കെ എൻജോയ് ചെയ്തു. ആർക്കും പക്ഷെ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബെന്നീസ് റോയൽ ടൂറിന് ഇപ്പോൾ അവിടെ കാറ്റ് വീശിപ്പിച്ച് മഞ്ഞ് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും അത് ക്ഷമിച്ചു. അപ്പം അവിടെ നിന്ന് ബൈജു നായർ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ബെന്നീനെയൊക്കെ കൂടെ നിർത്തി, ഇത് മൗണ്ട് ഫ്യൂജിയുടെ താഴെയാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഇന്ന് മഞ്ഞ് കാരണം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് എനിക്ക് തമാശയായിരുന്നു, ഈ സ്ഥലം കാണാൻ വന്നാൽ അത് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതെ എങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യണമല്ലോ, ഇയാളൊരു ജോലിയിലാണല്ലോ എന്നൊക്കെ. പിൽക്കാലത്ത് ഞാനത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിലുള്ളൊരു എൻജോയ്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായത്. അന്ന് എനിക്കിതൊരു ഭ്രാന്തായിട്ടാണ് തോന്നിയത്. അന്ന് അത് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല വീഡിയോസ് ഒക്കെ എടുത്തേനെ. അങ്ങനെ മൗണ്ട് ഫ്യൂജിയിൽ നിന്ന് ഞങ്ങൾ അവിടെ പോയി എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി കുറച്ച് നേരം അവിടുത്തെ ക്യൂരിയോ ഷോപ്പുകളിലൊക്കെ കയറി ആളുകൾ എന്തൊക്കെയോ മേടിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് യാത്രികരെ കുറിച്ചുള്ള വലിയൊരു അത്ഭുതം, നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് പരമാവധി 23 കിലോ ആണ്. ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ട് ഏതാണ്ട് അത്രയൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരണത് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. 2 പെട്ടിയുണ്ട്. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ, വലിയ വെയിറ്റ് കൂട്ടാത്ത സാധനങ്ങൾ മാത്രമാണ് മേടിച്ചത്. പക്ഷെ വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച ആൾക്കാരുണ്ട്. ചില ക്യൂരിയസ് കാര്യങ്ങളൊക്കെ മേടിച്ച ആൾക്കാരുണ്ട്. മൗണ്ട് ഫ്യൂജി പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ. മൗണ്ട് ഫ്യൂജി ജാപ്പനീസ് ജനതയുടെ വലിയ ഒരു എന്താ പറയുക സ്പിരിച്വൽ ഇതാണ്, ഒരു ഐക്കൺ പോലെയുള്ളൊരു സ്ഥലമാണ്. മൗണ്ട് ഫ്യൂജിയിൽ ട്രക്കിങ് അനുവദനീയമാണ്. പക്ഷെ ജൂലൈ 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് 31-ാം തീയതി വരെയാണ് മൗണ്ട് ഫ്യൂജി കയറുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ജാപ്പനീസ് ആളുകളൊക്കെ അത് നമ്മളിപ്പോൾ ശബരിമലയൊക്കെ കയറുന്നത് പോലെ നൊയമ്പും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ടാണ് വന്ന് കയറുന്നത്. യൂറോപ്യൻസ് ഒരു മൗണ്ടനറിങ് എന്നുള്ള നിലയിൽ അത് കയറും. പക്ഷെ അവർ ജാപ്പനീസ് ആളുകൾ അതിനെ ദിവ്യമായ ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്.